പോലീസ് ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെടുമ്പോൾ അവർ പറയുന്നത് വളരെ നിർണായകമായിട്ടുള്ള ചില തെളിവുകൾ ലഭിക്കേണ്ട സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഡൽഹിയിൽ നിന്നും അറസ്റ്റിലായ നജീബിനെ വേഗം തന്നെ ഫ്ലൈറ്റിലാണ് കേരളത്തിലേക്ക് എത്തിച്ചത്. അത്രയും വേഗം എത്തിക്കുക എന്നുള്ളത് കാരണം ഇത് അത്രയും സുപ്രധാനമായിട്ടുള്ളൊരു കേസ് ആയതുകൊണ്ടാണ് അദ്ദേഹത്തെ ഇന്നലെ വിശദമായി ചോദ്യം ചെയ്തു പ്രതിയെ. പക്ഷേ പ്രധാനപ്പെട്ട വിവരങ്ങളൊന്നും തന്നെ പോലീസിന് ഇവരിൽ നിന്നും ലഭിച്ചിട്ടില്ല, ഇയാളിൽ നിന്നും ലഭിച്ചിട്ടില്ല. ഇതോടെ ഇയാൾ ഉൾപ്പെടെ 7 പേരെയാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. അതോടെ തന്നെ ഇന്നലെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. ഇന്ന് കസ്റ്റഡി അപേക്ഷ നൽകും. വിശദമായി ചോദ്യം ചെയ്യേണ്ടതുണ്ട്, അത് അനിവാര്യമാണെന്നാണ് അന്വേഷണ സംഘം കോടതിയിൽ വ്യക്തമാക്കാൻ പോകുന്നത്. പ്രത്യേകിച്ച് ഈ അവയവ കച്ചവടവുമായി ബന്ധപ്പെട്ട ഇയാളൊരു ഏജന്റായിട്ടാണ് പ്രവർത്തിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ആരാണ് ഇയാളിൽ നിന്നും പ്രധാനമായും ഇയാളിലേക്ക് എത്തുന്നത്, ആരൊക്കെയാണ്, അവയവദാനത്തിന് എത്തുന്നവരുടെ ഒരു പശ്ചാത്തലം എന്താണ്, എത്ര രൂപയാണ് ഇവർക്ക് നൽകുന്നത് എന്നീ കാര്യങ്ങളൊക്കെ, ഇത് എവിടെയൊക്കെയാണ് ഈ അവയവദാനം നടക്കുന്നത്, ഇവരെ വിദേശത്തോ അല്ലെങ്കിൽ കേരളത്തിന് പുറത്തേക്കൊക്കെ കൊണ്ടുപോകുന്നുണ്ടോ, ഇതെല്ലാം പോലീസിന് വിശദമായി അറിയേണ്ടതുണ്ട്. മറ്റൊന്ന്, ഇയാളുടെ ഓഫീസുകൾ നടത്തിയ റെയ്ഡിൽ പിടിച്ചെടുത്ത ലെറ്റർ പാഡുകൾ, അത് MP-മാരുണ്ട്, MLA-മാരുണ്ട്, രാഷ്ട്രീയ പ്രമുഖരുണ്ട്. ഇവരുടെ ലെറ്റർ പാഡിന് പുറമെ ചില ഡോക്ടർമാരുടെ, ആശുപത്രിയുടെ പേരിലുള്ള ലെറ്റർ പാഡൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ പോലീസിന്റെ ഒരു അനുമാനം ഇവർക്കൊരു ഈ പ്രതിക്ക് മുജീബിന് ചില ഉന്നത നേതാക്കളുമായിട്ട് അല്ലെങ്കിൽ ഈ സമൂഹത്തിലെ കുറച്ച് ഉന്നതരുമായിട്ട് അയാൾക്കൊരു ബന്ധമുണ്ടെന്ന സൂചനകളൊക്കെ പോലീസിന് ലഭിച്ചിട്ടുണ്ട്. പക്ഷേ അവരുടെ അറിവോടെയാണോ ഇത്തരം വലിയ തട്ടിപ്പ് നടത്തിയതെന്ന് കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. അത്തരത്തിലുള്ള കണ്ടെത്തലിന് വേണ്ടിയിട്ടാണ് വിശദമായിട്ടുള്ള ചോദ്യം ചെയ്യലൊക്കെ ആവശ്യമുള്ളതുകൊണ്ടാണ് കസ്റ്റഡിയിലേക്ക് ചോദിക്കാനായി തീരുമാനിച്ചിരിക്കുന്നത്. ഇതിലെന്തായാലും കൂടുതൽ ആളുകൾ കുടുങ്ങുമെന്ന് ഉറപ്പായിട്ടുണ്ട്. പ്രധാനമായും ആർക്ക് വേണ്ടിയിട്ടാണ് ഇത്രയും വലിയ തട്ടിപ്പ് ഇയാൾ നടത്തുന്നത്, ഇതിൽ നിന്ന് എത്ര രൂപയാണ് ഇയാൾക്ക് ലാഭം ലഭിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ എത്ര രൂപയാണ് ഓരോ അവയവ കച്ചവടം നടക്കുമ്പോഴും ഇയാൾക്ക് എത്ര തുകയാണ് ലഭിക്കുന്നത്, ഇതെല്ലാം പോലീസിന് വിശദമായി അറിയേണ്ടതുണ്ട്. കൂടുതൽ ആളുകളിലേക്ക് അന്വേഷണം നീളുമെന്ന് ഏകദേശം ഉറപ്പായിട്ടുണ്ട്. ഇതോടെ 7 പേരടക്കം, അതായത് ഈ മുജീബിന്റെ ഭാര്യ അടക്കം 7 പേരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്.